അങ്ങനെ നീങ്ങുന്നില്ല എങ്കിൽ എന്തോ വലിയ അപകടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കുക. അതിൻ്റെ മേലെ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക. ആ അമ്മാതിരി കേക്ക് ഇനി അമ്മാതിരിയുള്ള ചർച്ച ഒന്നും ഞങ്ങൾ വരേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. ആ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയത്. എഴുതി നൽകിയ ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷിക്കും. ആവശ്യമില്ല. ഉന്നയിച്ചത് പാർട്ടിക്കകത്ത് ഉന്നയിക്കുന്ന രീതി പറയുന്നുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട്. അല്ല, PV അൻവർ ശശിക്കെതിരായിട്ട് ഒരു ആരോപണവും ഇന്നേ വരെ എഴുതി പാർട്ടിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല. തന്നാലും മതി. ഒരു പ്രതിസന്ധിയില്ല. നിങ്ങൾക്കല്ലേ പ്രതിസന്ധി നിങ്ങൾ സൃഷ്ടിച്ച വാർത്തക്ക് അനുകൂലമായ തീരുമാനം വരുന്നില്ല എന്നുള്ള പ്രതിസന്ധിയാണ്. ഒന്ന് വ്യക്താക്കട്ടെ. നിങ്ങളിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രതിസന്ധി. ആർക്കാ പ്രതിസന്ധി? നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുക, മാധ്യമ ശൃംഖലയിലെ ചില ആളുകൾ ഒരു വാർത്ത ഉണ്ടാക്കുക, ആ വാർത്ത രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ച വാർത്തയും ഗവൺമെൻറ് തീരുമാനവും തമ്മിൽ യോജിപ്പില്ല. നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയും ഗവൺമെൻറ് തീരുമാനവും തമ്മിൽ യോജിപ്പില്ലാതെ നിങ്ങൾ തീരുമാനിച്ച വാർത്തയും പ്രതിസന്ധി പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും സൃഷ്ടിക്കുന്നുവെന്ന് നിങ്ങൾ സ്വയം തന്നെ പ്രഖ്യാപിക്കുക. അത് കേൾക്ക് പറഞ്ഞിട്ട് തീർന്നിട്ടില്ല പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ല, ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്നത് നിങ്ങൾക്കാണ് പ്രതിസന്ധി. ആർക്ക്? കള്ള വാർത്ത സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാർത്ത ഉണ്ടാക്കുകയും ആ വാർത്തക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് നീങ്ങുകയും ചെയ്യാതിരിക്കുന്ന പ്രതിസന്ധി നിങ്ങൾക്കാണ്. ഗവൺമെൻറ്റിന് പ്രതിസന്ധിയില്ല, പാർട്ടിക്കും പ്രതിസന്ധിയില്ല. അതുകൂടി വ്യക്തമാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും നിങ്ങളുടെ എല്ലാം പദപ്രയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ഈ പ്രതിസന്ധി എന്നുള്ള പ്രയോഗം. അല്ല, അത് നമ്മൾ അന്വേഷിക്കുമല്ലോ, പൂർണ്ണമായിട്ട് അന്വേഷിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിനെന്താ സംശയമുള്ളത്? അതിൽ പ്രതിസന്ധിയില്ലല്ലോ. അത് കൃത്യമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് പരിശോധിക്കാൻ വേണ്ടി DGPയെ തന്നെ ചുമതലപ്പെടുത്തി. അവിടെ പിന്നെ വേറെ പ്രതിസന്ധി വന്നിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലേ? അത് ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ? ഭരണകൂട സംവിധാനം മുഴുവൻ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചിന്തയെന്നല്ലേ ആ ചോദ്യം തന്നെ ഉന്നയിക്കുന്നത്? ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ടിനെ ഞാൻ പറയുന്നത്. ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ടാൽ പോലും നിലവിലുള്ള ഭരണകൂട വ്യവസ്ഥയിലെ എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വമാണ് പോലീസും അതുപോലെ പട്ടാളവും എല്ലാം നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യറി അതിൻ്റെ തന്നെ വേറൊരു ഭാഗമാണ്. ലെജിസ്ലേച്ചറാണ് ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഭൂരിപക്ഷമുള്ള നിയമസഭാ സംവിധാനം. അപ്പോൾ മൂന്നെണ്ണത്തിൽ ഇത് രണ്ടും ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂട സംവിധാനത്തിൽ എല്ലാം CPIM പറയുന്നത് പോലെ, എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമെന്ന് ധരിക്കുന്നതാണ് തെറ്റ്. അതുകൊണ്ട് അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്തൊക്കെ ഭരണവർഗ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന വിഭാഗങ്ങളുമുണ്ട്. അതൊന്നും ഇല്ലാതെ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല, ഇന്നലെയും മണി 57 മുതലേ ഈ കാര്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ മേലെ സംശയങ്ങൾ വരികയാണ്. ദൂരീകരിക്കുക. സംശയങ്ങൾ നിങ്ങൾ തന്നെ ദൂരീകരിക്കുക. അതും പരിശോധനയിലാണ്. അതും ഉൾപ്പെടെ പരിശോധിക്കും. ഇപ്പോൾ RSS നേതാവുമായിട്ട് ADGP എന്തിനാണ് ചർച്ച ചെയ്തത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വരട്ടെ. നിങ്ങൾ പരിശോധിക്കാതെ ഏതെങ്കിലും വഴിക്ക് വെച്ച് പകുതി ബന്ധ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? കൃത്യമായിട്ട് സംഘടനാപരമായിട്ടും നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഇന്ന് ഗവർണർ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച വാദം ഉൾപ്പെടെ എങ്ങനെയാണ് ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്താ അതിൽ പ്രയോഗം? അതിൽ വേറെ പ്രയോഗം ഞങ്ങൾ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. അതും പ്രതിസന്ധിയാ. നിങ്ങൾ ഏത് വാർത്തയാ കള്ളവാർത്ത? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി RSS നേതാവിനെ ADGP മുഖേന അയച്ചു എന്ന വാർത്ത നൽകിയത് എന്തടിസ്ഥാനത്തിലുള്ള വാർത്തയാ?
പിന്നെ വെറുതെ പ്രതിപക്ഷം തന്നെ ഉന്നയിക്കുന്നത് നിങ്ങളല്ലേ, നിങ്ങൾ പിന്നെ മാധ്യമം തന്നെയാണ് അത് ഉണ്ടാക്കിയത്. മാധ്യമം അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും വിശദീകരിക്കണ്ട. നിരവധിയായ വാർത്തകൾ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കിയ വാർത്ത മാധ്യമങ്ങളെ പഴിചാരി മാറി നിൽക്കുക എന്നുള്ള ആരോപണം വെറുതെ ആവശ്യമുള്ളതാണ് ഉന്നയിക്കണ്ട. നിങ്ങൾക്കെല്ലാം കുറേ പദങ്ങളുണ്ട്. ഈ പദങ്ങളെല്ലാം ഉപയോഗിച്ച് എന്തൊക്കെയോ ആയിരിക്കുകയാണ്. ശരിയായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ കാണാനും ഉള്ളതുപോലെ റിപ്പോർട്ട് ചെയ്യാനും ഉള്ളതുപോലെ ജനങ്ങളിൽ അവതരിപ്പിക്കുന്നതിനും പകരം വളച്ചുകെട്ടി ഇല്ലാത്തത് ഉണ്ടാക്കി അതുപോലത്തെ അർദ്ധസത്യങ്ങളെ സത്യങ്ങളാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണവർഗത്തിന് വേണ്ടി. ആ ഭരണവർഗത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ദല്ലാൾ പണിയെ നിങ്ങളെ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താ പറഞ്ഞാൽ സിമ്പിളായി പറയാൻ കണ്ടു ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട ഒരു MLA ADGPയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ ഇനി ഞാൻ ലളിതമായിട്ട് ഉത്തരം പറഞ്ഞാൽ ഇനി ലളിതമായ ഉത്തരം പറഞ്ഞാൽ പോരെ ലളിതമായിട്ട് ഉത്തരം ഇതാണ്. ADGP RSSന്റെ 2 നേതാക്കന്മാരെ കണ്ടിരിക്കുന്നു എന്നുള്ളത് വാർത്തയായിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന കാര്യമാണല്ലോ അന്വേഷിക്കേണ്ടത്. കണ്ടു എന്ന് പറഞ്ഞതിന് പിന്നെ പറയുന്നവർ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയായില്ലേ, അതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ച് വരും. ലളിതമായ ഉത്തരവാദിത്തം ഒരു മാസം വേണം. അതാ ഞാൻ പറഞ്ഞു, അൻവർ ഉന്നയിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞില്ല. പിന്നെ ഘടകകക്ഷിയെ പറയേണ്ടത് ഞങ്ങളെ പാർലമെന്ററി പാർട്ടി പറഞ്ഞു ശക്തിയായിട്ട് ഉന്നയിക്കുക എന്ന് പറയുന്ന നടത്തുന്ന നല്ല ഭാഷയിൽ ശക്തിയായ പ്രയോഗത്തില്ല. ഒരു എതിർപ്പും ആരും അറിയിച്ചില്ല. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ഇന്നലെ LDF യോഗം തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ എന്താ പിന്നെ പ്രശ്നം? ഒരു മാസത്തെ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു ദിവസത്തേതല്ല, നിയമപരവും ഭരണഘടനാപരവും ഉൾപ്പെടെയായ നിലപാടുകൾ സ്വീകരിക്കണമെങ്കിൽ അതിന് കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ആവശ്യമാണ്. ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ നിലപാട് സ്വീകരിക്കും. മതി ഇത് ഞങ്ങളെ എല്ലാ ദിവസവും പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെടുകയും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാണ് ഇന്നലെ വരെ പിന്നെ വെറുതെ അവസാനം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഇപ്പം മനസ്സിലായി നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശുദ്ധ അസംബന്ധവും കള്ളത്തരവും പ്രചരിപ്പിക്കുന്നു. കള്ളത്തരം കേക്ക് അത്തരം പ്രചരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചരണമാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ശുദ്ധ അസംബന്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അസംബന്ധം പ്രചരിപ്പിച്ചതിന് ന്യായീകരണം കിട്ടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെയും എന്നെയും ബന്ധപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അസംബന്ധങ്ങൾ കുറേ അവസാനിപ്പിക്കുന്നതിനാൽ നിങ്ങൾ പത്രത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ദൗത്യവും ധർമ്മമുണ്ട്. ആ ധർമ്മം ഗൗരവം ആലോചിക്കണം. എവിടുന്ന് ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നത് കൊണ്ടുവന്നിട്ട് വിളമ്പുക, എന്നിട്ട് അതിൻ്റെ മേലെ കഥയുണ്ടാക്കുക. ആ കഥക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറുപടി ഇല്ലാതിരിക്കുക. അപ്പോൾ പ്രതിസന്ധി ഞങ്ങൾ കാണുക എന്നുള്ള പ്രചരണം നടത്തുക. ഇത് തെറ്റായ പ്രചാരവേലയാണ്. തെറ്റ് തിരുത്തുക വേണ്ടി ഞങ്ങൾ തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തുന്നുണ്ടല്ലോ. ഞാനതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ. അത് നിങ്ങൾ ഇതേപോലെ തന്നെയാണ് കള്ളപ്രചരണം. അതാ ഞാൻ പറഞ്ഞ PV അൻവർ പറഞ്ഞു, ഇപ്പം ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞത് കള്ളപ്രചരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കളവ് പറയാനോ ഇഷ്ടം? ഞാൻ ഇവിടെ തന്നെ നിങ്ങൾ പറഞ്ഞെന്നാ PV അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവപൂർണമായി അന്വേഷിക്കാൻ ADGPയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് DGPയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞത്? അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. നിങ്ങൾ അസംബന്ധം പറഞ്ഞോ? ഇപ്പോൾ പറഞ്ഞത് അസംബന്ധമല്ലേ? അല്ലാന്നോ? ഇതിനെന്താ ചോദ്യം അസംബന്ധമാണ്. പിന്നെന്താ അസംബന്ധ ചോദ്യം ചോദിക്കുക, എന്നിട്ട് ആ അസംബന്ധ ചോദ്യത്തിന് ഞാൻ അസംബന്ധ ഉത്തരം പറയണം. എന്നിട്ട് ആ അസംബന്ധ ഉത്തരം രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കണം. എന്നിട്ട് എന്നെ പറ്റി ഇതാ അസംബന്ധ ഉത്തരം പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഇനിയും പരിശോധിക്കും. അതല്ലേ പറഞ്ഞത്, എല്ലാം പരിശോധിക്കും. എഴുതി തരീതും പരിശോധിക്കും, അല്ലാതെ ഒക്കെ പരിശോധിക്കും. പാർട്ടി പരിശോധിക്കും. പിന്നെന്താ പാർട്ടി പരിശോധിക്കുന്നില്ല? നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, എഴുതി തന്ന് കിട്ടിയില്ല. അതുകൊണ്ട് പരിശോധിക്കേണ്ട ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പരിശോധിക്കേണ്ടതില്ല.
അത് പൊതുവാക്കണ്ട. ഇങ്ങനെ ഈ അസംബന്ധമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉടനെ പൊതുവാക്കാൻ നോക്കുക. ശശിയെ കേക്ക് ഏതായാലും സമയമില്ലാത്തതുകൊണ്ടാണ്. ശശി എഴുതി തന്നത് അല്ല, ശശിയെ പറ്റി എഴുതി തന്നില്ല എന്നുള്ളതുകൊണ്ട് പരിശോധിക്കേണ്ടതില്ല തീരുമാനിച്ചു. ഉടനെ പറയുന്നത് എഴുതി തരാതെ ഒന്നും പരിശോധിക്കേണ്ടതില്ല എന്നാണോ? അല്ല എന്ന് മറുപടി പോരെ. ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും DGPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. 1 മാസം കാത്തിരിക്കണം. അതിനുശേഷമേ ആ കാര്യത്തിൽ പ്രതികരണമുള്ളൂ, അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് പാർട്ടി പോകുള്ളൂ എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് MV ഗോവിന്ദൻ. P ശശിയെക്കുറിച്ച് യാതൊരു പരാതിയും പാർട്ടിക്ക് മുമ്പിൽ എഴുതി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. മുന്നണിയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുന്നണി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം എന്നാണ് MV ഗോവിന്ദൻ വിശദീകരിക്കുന്നത്. മാധ്യമങ്ങൾ കള്ളപ്രചാരവേല നടത്തുന്നു എന്നുള്ള അതിരൂക്ഷ വിമർശനവും MV ഗോവിന്ദൻ ഉയർത്തുന്നുണ്ട്.